വെട്ടുമ്പോൾ അലർജിയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ചൂടുള്ള സമയത്തായാലും തണുപ്പുള്ള സമയത്താണെങ്കിലും അലർജിയുള്ള ആളുകൾ മുടി കട്ട് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ പോകുന്ന സലൂണിൽ തിരക്കില്ലാത്ത സമയം സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നല്ല രീതിയിൽ വെന്റിലേഷൻ ഉള്ള സലൂണുകൾ തിരഞ്ഞെടുക്കുക. നിങ്ങൾ മുടി വെട്ടാൻ പോകുന്ന ആളോട് നിങ്ങൾക്ക് ഇങ്ങനെ അലർജിയുടെ പ്രശ്നമുണ്ടെന്ന് ആദ്യം തന്നെ ഇൻഫോം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. സ്ട്രോങ് സ്പ്രേസ്, ഹെയർ ഡൈസ് ഒക്കെ യൂസ് ചെയ്യരുതെന്ന് ആദ്യം തന്നെ അവരടുത്ത് ഇൻഫോം ചെയ്യേണ്ടതാണ്. പ്രാക്ടിക്കലി പറ്റുമെങ്കിൽ കേപ്പ് എന്ന് പറയും, നമ്മൾ കട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മളെ ശരീരത്തിൽ ഇടുന്ന ഒരു ക്ലോത്ത് ആണ്. അതൊന്നെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അവരുടെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള ഒരു കേപ്പ് നമുക്ക് തരാൻ വേണ്ടി പറയാം. പ്രത്യേകിച്ച് കുട്ടികളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ മാസ്ക് ധരിക്കുക എന്നുള്ളതാണ്. N95 ധരിക്കുന്നത് നല്ലതാണ്, അതല്ലെങ്കിൽ സാധാരണ മാസ്കിങ്ങിൽ ധരിക്കുക. കാരണം ഹെയർ കട്ട് ചെയ്യുമ്പോൾ ഈ ഹെയർ പാർട്ടിക്കിൾസ് ഒക്കെ നമ്മുടെ മൂക്കിനകത്തൊക്കെ പോയിട്ട് തുമ്മലൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ കണ്ണടച്ചിരിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഗ്ലാസുകൾ ധരിക്കുക. കാരണം ഈ പൊടികളൊക്കെ കണ്ണിനകത്തൊക്കെ കയറിയിട്ട് കൂടുതൽ കണ്ണ് ചൊറിയാനും ഇറിറ്റേഷൻസ് കൂടാനും സാധ്യത ഏറെയാണ്. പ്രത്യേകിച്ച് ചൂടുള്ള സമയങ്ങളിലാണ് നിങ്ങൾ ഹെയർ കട്ട് ചെയ്യാൻ പോകുന്നതെങ്കിൽ തലയിൽ വെള്ളം സ്പ്രേ ചെയ്യാതിരിക്കാൻ വേണ്ടി പറയാം. കാരണം പെട്ടെന്ന് ചൂടുള്ള സമയത്ത് തലയിൽ വെള്ളം സ്പ്രേ ചെയ്യുമ്പോൾ തുമ്മലിനുള്ള സാധ്യത കൂടുതലായിട്ട് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്, ചൂടുള്ള സമയങ്ങളിൽ വെള്ളം നന്നായിട്ട് കുടിക്കുക എന്നുള്ളതും ഈ ഒരു ഹെയർ കട്ട് ചെയ്യാൻ പോകുന്നതിന് മുന്നേയും അതുപോലെ തന്നെ അതിനുശേഷം നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യണതും നല്ലതാണ്. തണുപ്പുള്ള സമയങ്ങളിലാണ് മുടി വെട്ടാൻ പോകുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മുടി ഡ്രൈ ആക്കിയതിനു ശേഷം മാത്രം സലൂണിൽ നിന്ന് പുറത്തിറങ്ങാൻ ശ്രമിക്കുക. കാരണം പെട്ടെന്നുള്ള ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് വരുമ്പോഴും അലർജി കൂടുതലായിട്ട് ഉണ്ടാവാറുണ്ട്. ഇതേ കാര്യങ്ങൾ തന്നെ കുട്ടികളുടെ കാര്യത്തിലും ശ്രദ്ധിക്കേണ്ടതാണ്. അലർജി ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ പ്രോപ്പറായിട്ട് മാസ്ക് ധരിച്ചതിന് ശേഷം മാത്രം മുടി കട്ട് ചെയ്യാൻ കൊണ്ടുപോവുക. ഹെയർ കട്ട് ചെയ്തതിന് ശേഷം തന്നെ പെട്ടെന്ന് തന്നെ കുളിക്കാൻ ശ്രമിക്കുക. കാരണം ഈ അവിടെയുള്ള പൊടികളും അതുപോലെ തന്നെ ഹെയറിന്റെ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും. പെട്ടെന്ന് തന്നെ ഡ്രസ്സും ചേഞ്ച് ചെയ്യുക. നമ്മുടെ ശരീരത്തിലും ഡ്രസ്സിലൊക്കെ ഉള്ള ഈ പൊടിപടലങ്ങൾ കൂടുതലായിട്ട് അലർജിയുടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ ഇനി എന്തായാലും നിങ്ങൾ ഹെയർ കട്ട് ചെയ്യാൻ പോകുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമല്ലോ.